ഉയർത്തെഴുന്നേൽപ്പ് മുംബൈക്ക് അപരിചിതമല്ല. അവരുടെ ലെഗസി പടുത്തുയർത്തിയത് തന്നെ അവിശ്വസനീയമായ തിരിച്ചുവരവുകളിലൂടെയാണ്. എന്നാൽ ഇത്തവണത്തേത് മുൻകാലങ്ങളിലേക്കാൾ അവിസ്മരണീയമായ ഒന്നാണ്. ഡൽഹി ക്യാപിറ്റൽസിനെ 59 റൺസിന് തകർത്ത് ഇത്തവണത്തെ പ്ലേ ഓഫ് ബെർത്ത്. ആദ്യ 5 മാച്ചുകളിൽ വെറും ഒരു ജയം മാത്രമായിരുന്നു സമ്പാദ്യം. എന്നാൽ പിന്നീടുള്ള 8 മാച്ചുകളിൽ 7 വമ്പൻ വിജയങ്ങൾ. നെറ്റ് റൺ റേറ്റിൽ മറ്റേത് ടീമിനേക്കാളും ബഹുദൂരം മുന്നിൽ. തങ്ങളുടെ തനത് ശൈലിയിൽ ദ മൈറ്റി മുംബൈ ഈസ് ബാക്ക്. ഐറോണിക്കലി ഡൽഹിയെ തന്നെ തോൽപ്പിച്ചായിരുന്നു ഒരു കംപ്ലീറ്റ് ടേൺ അറൗണ്ടിന് മുംബൈ തുടക്കമിട്ടത്. ഏപ്രിൽ 14 ഡൽഹിയിൽ വെച്ച് അവരെ 12 റൺസിന് തറപറ്റിച്ചു. എന്നാൽ അതൊരു കംബാക്കിന്റെ തുടക്കമായി പലരും കണ്ടിരുന്നില്ല. മിസ് ഫയറിംഗ് ബാറ്റിംഗ് യൂണിറ്റും അണ്ടർകുക്ക്ഡായ ബൗളിംഗ് ലൈനപ്പും തന്നെയായിരുന്നു കാരണം. തങ്ങളുടെ സ്ട്രെങ്തിനെ റിയലൈൻ ചെയ്തുകൊണ്ടായിരുന്നു മുംബൈ തിരിച്ചു വന്നത്. ബുംറയ്ക്കൊപ്പം ചാഹർ ബോൾട്ട് കോംബോയ്ക്ക് മറ്റൊരു മുഖം കൊണ്ടുവന്നു. ഒരാളുടെ സാന്നിധ്യം ടീമിനെ ഒന്നാകെ ലിഫ്റ്റ് ചെയ്യുമെന്ന് ജസ്പ്രീത് ബുംറ എന്ന മാന്ത്രികൻ ഒരിക്കൽ കൂടി തെളിയിച്ചു. ചാഹർ ബോൾട്ട് കോംബോ ഇമ്പോർട്ടൻ്റായ 23 വിക്കറ്റുകൾ ഇതുവരെ വീഴ്തു. ലീഗ് സ്റ്റേജിൽ ഇതുവരെ പവർ പ്ലേ വിക്കറ്റ് ടേക്കേഴ്സിൽ മുന്നിൽ മുംബൈ തന്നെയാണ്. ബുംറ വന്നതിൽ പിന്നെ 11.2 ഡെത്ത് ഓവർ എക്കണോമി റേറ്റ് 9-ൽ നിന്നു. തൻ്റെ 36 ഓവറുകൾ കളിയുടെ പല ഫേസിലായി താരം നൽകി. സ്പിൻ യൂണിറ്റിന് ഒരു കവചമെന്നോണം നിൽക്കാനും പേസ് ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞു. ആദ്യഘട്ടത്തിലെ ബാറ്റിംഗ് പിഴവുകൾ പെട്ടെന്നാണ് മുംബൈ മറികടന്നത്. ടീമിന്റെ ഓവറോൾ സ്ട്രൈക്ക് റേറ്റ് 140-ൽ താഴെയായിരുന്നു. അത് 151-ലേക്ക്. അതിന്റെ ക്രെഡിറ്റ് ടീമിന്റെ ഹൈസ്കൂൾ മാൻ സൂര്യകുമാർ യാദവിന് തന്നെയാണ്. 170-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ 580 റൺസാണ് ഇതുവരെയുള്ള നേട്ടം. തുടർച്ചയായി 13 തവണ 25-ലധികം റൺസ് IPL ചരിത്രത്തിൽ ആദ്യമാണ്. സൂര്യക്കൊപ്പം റിക്കൾട്ടണും തിലകും കൃത്യമായി സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. രോഹിത്തിൽ നിന്ന് ടീം മൂവ് ഓൺ ആയി കഴിഞ്ഞു. നമൻദീറിന്റെയും റിക്കൾട്ടിന്റെയും ഇമ്പാക്ട് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നുമുണ്ട്. മാച്ച് വിന്നേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ബാറ്റിംഗിൽ ഒരു കർസീവ് യൂണിറ്റായാണ് മുംബൈയുടെ ഇപ്പോഴത്തെ അപ്രോച്ച്. ഹർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റനെ മറന്നുകൂടാ. രണ്ടാം ഊഴത്തിൽ വേഴ്സ്റ്റായ സ്വീകരണം കിട്ടിയെടുത്തു നിന്നാണ് താരം കാര്യങ്ങൾ മാറ്റി എഴുതിയത്. ടാക്ടിക്സും ടെമ്പർമെന്റും തേച്ചു മിനുക്കി. അഗ്രസീവ് ഫീൽഡ് പ്ലേസ്മെന്റും കൺവിക്ഷനുള്ള ബൗളിംഗ് ചേഞ്ചുകളും കാണുന്നുണ്ട്. ഫുൾ ക്വാട്ട പന്തെറിയാതെ തന്റെ റിസോഴ്സസിനെ കൃത്യമായി യൂസ് ചെയ്യാനും മുംബൈ നായകന് പറ്റുന്നുണ്ട്. ഒരു തിരിച്ചുവരവുകളും ഫാൻസിനെ കൂടാതെ സംഭവിച്ചിട്ടില്ല. രോഹിത് എന്ന ചാൻഡുകൾ മാത്രം കേട്ട വാങ്കഡയിൽ ഇപ്പോൾ ഹർദിക്കിന്റെയും സൂര്യയുടെയും പേരുകൾ ഉയരുന്നുണ്ട്. ഓരോ വിജയങ്ങളും അതിന്റെ മുഴക്കം കൂട്ടുന്നു. പഴയ സ്വാഗിൽ മുംബൈ ഇന്ത്യൻസ് തിരിച്ചെത്തിയിരിക്കുകയാണ്. 6ാം കിരീടം തേടിയുള്ള ഈ യാത്ര തുടരും. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.